എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന മധുരച്ചീടയുടെ റെസിപ്പിയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1/4 കപ്പോളം ഉഴുന്ന് നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാം. അതേപോലെ തന്നെ 1 കപ്പ് വറക്കാത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതും വറുത്തെടുക്കാം. ഉഴുന്ന് ഇതുപോലെ ചുവന്ന് കിട്ടണം, അപ്പോഴാണ് നല്ല രുചി ഉണ്ടാകുള്ളൂ. ഇനി ഇതിലേക്ക് 2 ഏലക്ക കൂടി ഇടാം. നല്ല സ്മൂത്തായി പൊടിച്ചെടുക്കാം. നല്ല സ്മൂത്തായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരി കൂടി വറുത്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. അരിപ്പൊടി ഇടാം. ഏകദേശം 2 മിനിറ്റോളം വറുത്തെടുത്താൽ മതി. അരിപ്പൊടിയുടെ കളർ മാറേണ്ട ആവശ്യമില്ല, നന്നായി ചൂടായി കിട്ടിയാൽ മതി. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം. രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട്. അരിപ്പൊടി നല്ല സ്മൂത്തായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറുതായി ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. പൊടി കുറച്ച് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ എള്ള് ചേർക്കാം. വെളുത്ത എള്ളാണ് ചേർക്കുന്നത്. കുറച്ച് തേങ്ങ ഇടാം. ഏകദേശം 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പൊടിച്ചത്, ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെണ്ണ കൂടി ചേർക്കാം. വെണ്ണയ്ക്ക് പകരം നെയ്യും ചേർക്കാം. ഉരുക്കാത്ത വെണ്ണയാണ് ചേർക്കുന്നത്. ഇനി കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ശർക്കരപ്പാനി കൂടി റെഡിയാക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് വെള്ളം എടുക്കാം. ഞാനിവിടെ 2 അച്ച് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവും നന്നായി അലിയിച്ചെടുക്കാം. അലിയാൻ തുടങ്ങിയിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായി അലിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് കുറേശ്ശെ അരിച്ചൊഴിക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കണ്ട. നന്നായി മിക്സ് ചെയ്യാം. മൂന്നാല് പ്രാവശ്യമായി ഒഴിച്ചാൽ മതി. ബാക്കിയുള്ളതും ചേർക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. നന്നായി തണുത്തിട്ടുണ്ട്. കുഴച്ചെടുക്കാം. ഇപ്പോഴും മാവിന് ചെറിയ ചൂടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേച്ച ശേഷം ചെറിയ ഉരുളകളാക്കാം. കുറച്ച് നെയ്യാണ് എടുത്തിരിക്കുന്നത്. വല്ലാതെ ടൈറ്റായി ഉരുട്ടിയെടുക്കണ്ട, സ്മൂത്തായി ഉരുട്ടിയെടുത്താൽ മതി. ഈ ഒരു വലുപ്പത്തിൽ എല്ലാം ചെയ്തെടുക്കാം. റെഡി ആയിട്ടുണ്ട്. വറുത്തെടുക്കാം. എണ്ണ വല്ലാതെ തിളച്ചു മറിയരുത്. ഓരോന്നായി ഇടാം.
ഇതുപോലെ പരന്ന ഒരു ഫ്രൈ പാനിൽ വറുത്തെടുക്കുകയാണ് നല്ലത്. ചെറുതായി ഇളക്കി കൊടുക്കാം. വല്ലാതെ ബലത്തിൽ ഇളക്കിയാൽ പൊട്ടിപ്പോവും. ഇതേപോലെ ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഗുലാബ് ജാമുൻ്റെ കളറാകുന്നതുവരെ ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കാം. സൈഡുകൾ ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മെല്ലെ മാറ്റിയിട്ട് കൊടുക്കാം. ചീട വറുത്തെടുക്കാൻ നല്ല സമയം ആവശ്യമാണ്. ഏകദേശം 10-15 മിനിറ്റോളം ആകും. മീഡിയം ഫ്ലെയിമിലായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ പുറം ഭാഗം നല്ല ചുവന്ന് കിട്ടും, ഉൾഭാഗം ക്രിസ്പി ആയിട്ടും ഉണ്ടാകില്ല. കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതെടുക്കാം. ഇതുപോലെ ഗോൾഡൻ ആകുമ്പോൾ എടുത്താൽ മതി. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇത് ക്രിസ്പി ആകുള്ളൂ. ഏകദേശം 10-12 ദിവസത്തോളം നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. വളരെ ടേസ്റ്റിയ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒന്ന് തണുക്കുന്നതിനായി മാറ്റി വയ്ക്കാം. എല്ലാം നന്നായി തണുത്തിട്ടുണ്ട്. പുറമെ നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.